എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയില്ലെന്നേ, എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടാടാ നീ കാണിക്കണേ? കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കോ? അതിന് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാമല്ലോ. ആരാ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ലെന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയതും മാല ഇട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാണോടാ ഇവിടെ പറയണത്? മാലയിട്ട നേരാണ്. ഒരുമിച്ച് കുറച്ചു നേരം ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഇവരുടെ കെട്ടികളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കിട്ടും. ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. ഭാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങിയേ. എത്ര കാശായി? 19 രൂപ. നാരായണേട്ടാ, അവിടെ നിൽക്കും നാരായണേട്ടാ. ഇത് എങ്ങോട്ടായി പോന്നേ നാരായണേട്ടാ? എങ്ങോട്ടാ നാരായണേട്ടായി പോന്നേ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനാലും നമുക്ക് അവിടെ കഴിയാം. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നിട്ടല്ലോ. ചവിട്ടി ഒരു കൊടുക്കണം ഞാൻ. എടാ നാരായണ, അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മധ്യസ്ഥം. ദേ എന്നോട് കളിച്ചാണ്ടല്ലോ, കൊന്നേം കടലിൽ തത്തും. ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം, ഞാൻ കാത്തിരിക്കും. കള്ളൻ മോൻ കണ്ടില്ലേ, ഒരു ഗൗരവം. ഒന്ന് ചിരിച്ചേ. പോട്ടെ.